ഈ ഞണ്ടും ക്യാൻസർ രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്യാൻസറിൻ്റെ സിമ്പലാണ് ഞണ്ട്. ഇത് ആദ്യമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഗ്രീക്ക് ഫിസിഷ്യനായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തത്വമുണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഹീലിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്താണ്. എനിക്ക് തന്നെ ഇത് എത്രമാത്രം പ്രാവർത്തികമാവും ഫലപ്രദമാവും എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ഒരു രോഗിക്ക് ഹീലിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാനവിടെ ഇന്നത്തെ പോലെ റിമോട്ട് ഹീലിംഗ് ഒന്നുമില്ല. അവരുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് ഹീലിംഗ് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിച്ചു. ഞാനവിടെ ചെന്നു. ആദ്യമായിട്ടുള്ള സിറ്റിംഗ് കൊടുക്കുകയാണ്. ഇവരൊരു 50 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയാണ്. വയറിനാണ് ക്യാൻസർ. അങ്ങനെ അവർക്ക് കീമോ 2-3 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥ. ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ കണ്ണടച്ചിരിക്കുന്നു, അവരോട് കണ്ണടച്ചിരിക്കാൻ പറയുന്നു. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു വിഷൻ വരികയാണ്. അവരുടെ വയറ്റിൽ നിന്ന് ഒരു ഞണ്ട് പുറത്തേക്ക്, ഒരു മാളത്തുനിന്ന് പുറത്ത് വരുന്ന പോലെ പുറത്ത് വന്ന് നിന്നു. പിന്നെ തിരിച്ച് വീണ്ടും ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമമാണ്. ഞാനത് മാനസികമായിട്ടുള്ള ഒരു ശക്തി ഉപയോഗിച്ച് തടയുകയാണ്. ഇതൊന്നും ഞാൻ ആലോചിച്ച് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. തിരിച്ചങ്ങോട്ട് പോകാതെ തടയുക എന്നുള്ള ഒരു ശ്രമം ഞാൻ നടത്തി. അങ്ങനെ അതിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സജഷൻസ് ഞാൻ കൊടുത്തു. അങ്ങനെ അത് മെല്ലെ 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 ദൂരേക്ക് പുറത്തേക്ക് പോയി. അങ്ങനെ അത് എന്തെങ്കിലും ആലോചിച്ചിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്യുന്നൊരു പരിപാടിയല്ല. ഇങ്ങനെ കണ്ടു, ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹീലിംഗ് ചെയ്ത ശേഷം എനിക്ക് ആ സമയത്ത് ഞണ്ടും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അത്ര വലിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആലോചിച്ചപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഈ ക്യാൻസറിൻ്റെ ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുന്നത് ഞണ്ടാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ക്യാൻസർ രോഗം അവരുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണോ അത് കാണിക്കുന്നത്? എനിക്കുറപ്പില്ല. പക്ഷേ ഒരു അത്ഭുതം ഉണ്ടായത്, അവർ ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന അവർ അടുക്കളയിൽ പോയി ഉടനെ തന്നെ ചോറെടുത്ത് കഴിച്ചു. അത് വീട്ടുകാർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അതിനുശേഷം എനിക്കവരോട് ഇനി 11 കീമോ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ 11 കീമോ ഇവർക്ക് വേണ്ടി വരുമോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു റിക്കവറി സ്റ്റേജിലേക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ നമുക്കങ്ങനെ സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരിക്കലും ഈ ചികിത്സയിൽ ഇടപെടാൻ പറ്റില്ല. ഹീലേഴ്സിനുള്ളൊരു നിർദ്ദേശം നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നത് ഒരിക്കലും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കരുതെന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഇപ്പോഴും ആ അമ്മ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. വളരെ കൊല്ലങ്ങളായി. അവരുടെ 2 മക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാൻസറും ഈ ഞണ്ടും തമ്മിൽ ഒരു സിമ്പൽ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ?